ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ നിൽക്കുവാനുള്ള കൃപ നൽകിയ ഈശോയ്ക്കും മാതാവിനും കോടാനും കോടി നന്ദികളും സ്തുതികളും അർപ്പിക്കുന്നു. എൻ്റെ പേര് ആൻസി. ഞാൻ മാൻമട്ടം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞിന് ഒരു 5 വർഷം മുമ്പ് ഒരു സർജറി ഉണ്ടായിരുന്നു. അത് ഒരു സിസ്റ്റായിരുന്നു. അത് ഓവറി റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസാണെന്നൊക്കെ പറഞ്ഞു. 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് കൃപാസനമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നേർന്നു, കൃപാസനമ്മ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും കൂടാതെ സർജറി എല്ലാം നടന്നു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഭയങ്കര ദുഃഖത്തിലായിരുന്നു. എങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ സർജറിക്ക് കയറ്റിയ സമയത്ത് തന്നെ ഞങ്ങളവിടെ അൾത്താരയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സർജറിയുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കലേക്ക് വന്നു. അപ്പോൾ ഡോക്ടർ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ പെട്ടെന്ന് ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, കൊച്ചിൻ്റെ സർജറി തീർന്നു, 10-15 മിനിറ്റേ എടുത്തുള്ളൂ, ഒരു കുഴപ്പവുമില്ല, എല്ലാം നോർമലായിരുന്നു, ഓവറി ഒന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. ഇതെൻ്റെ മൂത്ത മോളാണ്. എൻ്റെ രണ്ടാമത്തെ മോളൊക്കെയാണ് സർജറി നടന്നത്. പിന്നെ എനിക്ക് 7.5 ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു കിഡ്നിയിൽ. അത് സർജറി ചെയ്താൽ മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞു. 2-3 വർഷം മെഡിസിൻസൊക്കെ എടുത്തു. എന്നിട്ടൊന്നും അത് സുഖമായില്ല. ഭയങ്കര വേദനയാണ്. ഒരു മാസം ഒരാഴ്ചയിൽ ഒരു 3-4 ദിവസം തന്നെ രാത്രിയിലൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. 4-5 ഇഞ്ചക്ഷൻ ചെയ്താലും ആ വേദന മാറത്തില്ല. അതുപോലെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ കൃപാസന ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ സ്റ്റോൺ സർജറി കൂടാതെ മാറ്റണമെന്ന്. അതുപോലെ ഒരു ദിവസം വെളുപ്പിന് ഇങ്ങനെ യൂറിൻ ബ്ലോക്കായി. എങ്ങനെയാണോ എന്നറിയത്തില്ല, അത് സ്റ്റോൺ വെളിയിൽ വന്നു. പിന്നെ ഞങ്ങൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഡോക്ടർക്ക് തന്നെ വളരെ വലിയ അത്ഭുതമായിരുന്നു, സർജറി കൂടാതെ ഈ സ്റ്റോൺ എങ്ങനെ വെളിയിൽ വന്നെന്ന്. കാരിത്താസിലെ ഡോക്ടറാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ 17 വർഷത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, എന്നും പരിശുദ്ധ കുർബാന കാണുവാൻ പള്ളിയിൽ പോകണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 8 മാസം മുമ്പ് ഞങ്ങളുടെ താമസിച്ചുകൊണ്ടിരുന്ന വീട് കൊടുക്കാനും സ്ഥലവും വീടും കൊടുത്തു. പുതിയ സ്ഥലം വാങ്ങിയ ആ മാസം തന്നെ ഞങ്ങൾക്ക് കല്ലിടാൻ പറ്റി. അന്നോടുകൂടിയ വീട് പണി തുടങ്ങി. ഇടയ്ക്ക് ഒരു ബ്രേക്കും വന്നില്ല. 3 മാസം കൊണ്ട് വീട് പണി കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ 7 മാസമായിട്ട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. അതിന് വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അയർലൻഡിലേക്കുള്ള എൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഒക്ടോബർ 2023 14 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉടമ്പടി വെച്ചത് എൻ്റെ വിസ പ്രോസസ്സിങ് അല്ലായിരുന്നു. ഫസ്റ്റ് ഉടമ്പടി വെച്ചിരുന്നത് മാതാവിലും ഈശോയിലും എപ്പോഴും ആയിരിക്കാൻ. കാരണം നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ഒഴിഞ്ഞു മാറാനും അതുപോലെ തന്നെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് ഇത് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ. പക്ഷേ കിട്ടിക്കഴിഞ്ഞാലും എത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും മാതാവിനോടും ഈശോയോടും എപ്പോഴും ആയിരിക്കണം എന്നതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഉടമ്പടി. സെക്കൻഡ് ഉടമ്പടി ഞാൻ വെച്ചത് എനിക്ക് മെയ് 31 മുന്നേ അയർലൻഡിൽ എത്തിച്ചേരണം എന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിസ അപ്ലൈ ചെയ്യാൻ വെച്ചത് ഫെബ്രുവരി 21 അപ്പോൾ ഞാൻ 2 വീക്സ് എടുക്കുള്ളൂ വിസ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഏജൻസി പറഞ്ഞു. 2 വീക്സ് വെയിറ്റ് ചെയ്തു, വന്നില്ല. 1 മന്ത് വെയിറ്റ് ചെയ്തു, വന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അത്രയും നാൾ ഞാൻ ഹെഡ്സെറ്റും യൂസ് ചെയ്യുന്നത് പോഡ്കാസ്റ്റും മ്യൂസിക്കും കേൾക്കാൻ മാത്രമാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും സാക്ഷ്യം മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് സാക്ഷ്യം കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഡേറ്റ് വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ഇത്ര ആ സെയിം ഡേറ്റിൽ തന്നെ അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയാലോ. അങ്ങനെ ഞാൻ ഏപ്രിൽ 21 ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡേറ്റ് 19th ഏപ്രിലായി. ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസവും കൂടി ഉള്ളല്ലോ, 21 ഞായറാഴ്ച എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ 20th തന്നെ കിട്ടണം. പക്ഷേ 20th ഒന്നും വന്നില്ല. 21 കഴിഞ്ഞു, 22 ഒന്നും വന്നില്ല. അപ്പോൾ 24th ആയപ്പം എനിക്ക് ഏജൻസിയിൽ നിന്നൊരു മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വിസ തുറന്ന് നോക്കിയാൽ മാത്രമേ വിസ അപ്രൂവ്ഡ് ആണോ അതോ റെഫ്യൂസ്ഡ് ആണോ എന്നറിയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്കൊരു 5 ഇയേഴ്സ് മുന്നേ ഒരു ഓസ്ട്രേലിയയുടെ വിസ റിജക്ഷൻ വന്ന ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതും റിജക്ഷൻ ആകുമോ എന്നുള്ളത് വെച്ചിട്ട്. അപ്പം 24th ആയി. 24th അവർ പറഞ്ഞു വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന്. ഇന്നലെയാണ് എൻ്റെ വിസ കൈ കിട്ടുന്നത്. വിസ അപ്രൂവ്ഡ് ആണ്. അപ്പം 21 മുന്നേ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് 24th ആയല്ലോ. അപ്പോൾ അതൊരു കണക്ഷൻ വരുന്നില്ലല്ലോ. പക്ഷേ
പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 20th ആണ്. അപ്പോൾ 21st മുന്നേ എനിക്ക് സ്റ്റാമ്പ് ചെയ്തു, പക്ഷേ ഞാൻ അറിഞ്ഞത് കുറച്ച് ലേറ്റ് ആയിട്ടുമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സൺഡേ ഞാൻ അയർലൻഡിന് പോവുകയാണ്. ഇന്നലെയാണ് ടിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ ഈ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.